നമസ്കാരം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ഒരു പ്രത്യേകതരം വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും വിവാഹം ചെയ്യരുത്. അത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെയോ അല്ലെങ്കിൽ സൗന്ദര്യത്തെയോ കുടുംബ പശ്ചാത്തലത്തെയോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ ആഴത്തിലുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എന്തു വന്നാലും തങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിന് തയ്യാറാവാത്ത ആളുകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. തങ്ങളുടെ ഇണയെ ഒന്നാമത്തെ മുൻഗണനയായി കാണാത്തവരെക്കുറിച്ച്. ഈ വിഷയം നിങ്ങളുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ഒത്തിരി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മറ്റു ബന്ധുക്കളോടും ഒക്കെയുള്ള നമ്മുടെ ബന്ധങ്ങൾ വളരെ ശക്തമാണ്. അത് വളരെ നല്ല കാര്യവുമാണ്. നമുക്കൊരു നല്ല ഊഷ്മളമായ കൂട്ടായ്മയും ആഴത്തിലുള്ള സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് പലപ്പോഴും ഈ വിവാഹ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നമ്മുടെ ഈ മുൻഗണനയിലുള്ള മാറ്റം. എവിടെയാണ് നമ്മൾ പ്രയോറിറ്റീസ് നൽകേണ്ടത്? ആർക്കാണ് ഒന്നാം സ്ഥാനം നമ്മുടെ കുടുംബജീവിതത്തിൽ നൽകേണ്ടത്? വിവാഹത്തിന് മുൻപ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്നത് വളരെ സ്വാഭാവികമാണ്. ചിലപ്പോൾ ചില ആളുകൾ ഒന്നാം സ്ഥാനം നൽകുക അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾക്കാവാം. അതൊരു വേറിട്ട വിഷയമാണ്. എന്നാൽ ആളുകളിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ നൽകുന്നത് വിവാഹത്തിന് മുൻപ് നമ്മുടെ മാതാപിതാക്കൾക്കായിരിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ വിവാഹ ജീവിതം ആരംഭിക്കുന്ന ആ നിമിഷം ഒരുമിച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഈ സമവാക്യം മറിയണം. നമ്മുടെ പ്രധാന ടീം, നമ്മുടെ പ്രധാന ഉത്തരവാദിത്വം നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് മാറണം. മാതാപിതാക്കളും മറ്റുള്ളവരും വിവാഹം വരെ മാത്രമായിരിക്കണം ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത്. എന്നാൽ ഇത് അല്പം കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നമുക്ക് തോന്നാം. നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി അവസരങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ഈ സ്ഥാനങ്ങൾ മാറി നിൽക്കുമ്പോഴുണ്ടാവുന്ന കുടുംബജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളും പരാജയങ്ങളും. ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നം വരുന്നു. ഉടനെ തന്നെ ഒരു പങ്കാളി അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടുകയാണ്. അത് നമ്മൾ എത്ര പതിവായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉപദേശം തേടാനോ അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാനോ ആയിരിക്കില്ല പലപ്പോഴും. മറിച്ച് പരാതി പറയാനും തൻ്റെ ഭാഗം ന്യായീകരിക്കാനും ഒപ്പം തൻ്റെ പങ്കാളിക്കെതിരെ നിലകൊള്ളാനും ഉള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കും പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. ഇത് ഭാര്യയ്ക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഭർത്താവിൻ്റെയും ജീവിതത്തിൽ ഇപ്രകാരം സംഭവിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട്, നമ്മുടെ ഈ ദമ്പതികളുടെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ, അവരുടെ സാമ്പത്തികം എങ്ങനെയായിരിക്കണം, അവരുടെ ജോലി എന്തായിരിക്കണം, അവരെവിടെ താമസിക്കണം, അവരെങ്ങനെ കുട്ടികളെ വളർത്തണം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ മാതാപിതാക്കളും ബന്ധുക്കളും കയറി ശക്തമായിട്ട് അഭിപ്രായം പറയുകയോ അവരെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുകയോ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണല്ലോ. ഇത് മറ്റേ പങ്കാളിക്ക് എന്തുമാത്രം ഒരു അവഗണന ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്ന് തോന്നാനായിട്ട് ഇടയാക്കുന്നുവെന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഇത് യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ ചില ആളുകൾ പ്രാധാന്യം നൽകുന്ന കുട്ടികളാണ്. കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ എല്ലാ ഫോക്കസും കുട്ടികളിലേക്ക് മാറുന്നു. അവർ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുന്നു. കുട്ടികളുടെ കാര്യത്തിൽ മുഴുവൻ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളായിട്ട് മാറുന്നു. പക്ഷെ പലപ്പോഴും മറന്നു പോകുന്നത് കുട്ടികൾ കുട്ടികളായിരിക്കുക കുറച്ച് നാളത്തേക്ക് മാത്രമാണ്. ആ അവസരത്തിലും ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കപ്പെടേണ്ട ബന്ധം എന്നുള്ളത് ദമ്പതികൾ തമ്മിലുള്ള ബന്ധമാണ്. അവർ ഒരു ടീമായി നിൽക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുമ്പോൾ ഒരു അച്ഛനും അമ്മയായിട്ട് നിൽക്കുന്നതിന് പകരം നമ്മൾ എന്നുള്ള ഒരു ബഹുമാനവും ഒരു ബന്ധവും ഒരു സ്നേഹവും ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജോലിയും വളരെ എളുപ്പമായിട്ട് മാറും എന്ന് പഠനങ്ങൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാലും പ്രാധാന്യം നൽകേണ്ടത് കുട്ടികൾക്കല്ല, ഈ കപ്പിൾസ് തമ്മിലുള്ള ബന്ധത്തിനായിരിക്കണമെന്നാണ് എല്ലാ പഠനങ്ങളും നമ്മളെ കാണിച്ചു തരുന്നത്. ചിലരുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നത് സുഹൃത്തുക്കളായിരിക്കാം. കാരണം പങ്കാളിയുമായിട്ട് സമയം ചെലവഴിക്കുന്നതിന് പകരം സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക, അവരോടൊപ്പം യാത്രകൾക്ക് പോവുക, എപ്പോഴും സുഹൃത്തുക്കളിലൂടെ ആയിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ
പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ചയുണ്ടാവുകയും അങ്ങനെ ആ ബന്ധം അവസാനിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ആളുകൾ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിക്ക് നൽകേണ്ട പ്രാധാന്യത്തിൽ അധികമായിട്ട് ചില പ്രത്യയശാസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾക്കോ വേണ്ടി സമയം ചെലവഴിക്കുകയും അങ്ങനെ പങ്കാളിയുടെ ജീവിതത്തിൽ നിന്നും അകൽച്ച ഉണ്ടാവുകയും അത് കുടുംബ ബന്ധങ്ങളെ തകർക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പങ്കാളിയെ ഒന്നാമതായിട്ട് പരിഗണിക്കേണ്ടത്? അത് എന്താണ് ഇത്ര വലിയൊരു വിഷയമായിട്ട് മാറുന്നത്? ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പലപ്പോഴും ആളുകൾ ഇത് മറന്നു പോവുകയും അത് ബന്ധങ്ങളെ തകർത്ത് കളയുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ വിവാഹമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ എന്ന് നമ്മളെ പഠനങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ റിയൽ ഫൗണ്ടേഷൻ ഓഫ് എ ഫാമിലി ലൈഫ്. ഈ പങ്കാളികൾ തമ്മിലുള്ള ബന്ധമാണ് കുട്ടികളെ സന്തോഷമുള്ളവരാക്കി വളർത്തുന്നതിനും അല്ലെങ്കിൽ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ നല്ല ബന്ധം നിലനിർത്തുന്നതിനും ഒരു ടീമായി നിന്ന് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതും ഒരു നല്ല ഫൗണ്ടേഷനായിട്ട് മാറുന്നതുമൊക്കെ ഈ ദമ്പതികൾ ഒരു നല്ല ടീമായിട്ട് മാറുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ എപ്പോഴും ഒരുമിച്ച് നിൽക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഈ ബന്ധത്തെ നമുക്കൊരു നല്ല വീട് പണിയുന്നതിനോട് ഉപമിക്കാം. ഒരു നല്ല വീട് പണിയുന്നത് പോലെയാണ് ഒരു പങ്കാളിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ വളർത്തേണ്ടത്. ഈ വീടിൻ്റെ അടിത്തറയാണ് നമ്മുടെ ഈ പങ്കാളിയുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. ഈ അടിത്തറയിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭിത്തിയോ മേൽക്കൂരയോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ പണിതാലും തകർന്നു പോവും. അപ്പോൾ അതുപോലെയാണ് നമ്മളുടെ വീട് ഫൗണ്ടേഷനായി നിൽക്കേണ്ട ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തകർന്നു കഴിഞ്ഞാൽ അവരുടെ മുറികളോ അതിൻ്റെ മേൽക്കൂരയോ, അതായത് നമ്മുടെ കുട്ടികളോ മാതാപിതാക്കളോ സമൂഹ ജീവിതമോ എന്തെല്ലാം നമ്മൾ മനോഹരമായിട്ട് അലങ്കരിക്കാൻ ശ്രമിച്ചാലും തകർന്ന് തരിപ്പണമായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു വീട് പണിയുന്നതിൻ്റെ ഫൗണ്ടേഷൻ പോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഏത് കൊടുങ്കാറ്റ് വന്നാലും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്ഥിരമായി മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹത്തിനൊക്കെ നിങ്ങൾ എല്ലാത്തിനും ഉപരിയായിട്ട് പ്രാധാന്യം നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ ആരോഗ്യത്തെ തകർത്ത് കളയുകയാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇപ്രകാരം നമ്മൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുമ്പോൾ നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: നിങ്ങൾ എൻ്റെ ഒന്നാം പരിഗണനയിലുള്ള ആളല്ല, നിങ്ങൾ എൻ്റെ ടീമിൻ്റെ ഭാഗമല്ല. എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളുമൊക്കെയാണ് പ്രധാനം. ഇതാണ് പലപ്പോഴും വിവാഹ ജീവിതത്തിലെ നീരസത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും ഏകാന്തതയിലേക്കും ഒക്കെ പോകുന്നതിന് കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റികളെല്ലാം സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പാർട്ട്ണറായി എടുക്കുന്ന ആ ആളോടൊപ്പമായിരിക്കണം. ആ ആളെ ആയിരിക്കണം നിങ്ങൾ ഒന്നാം പ്രാധാന്യത്തോടെ കാണേണ്ടത്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞേ വരാവൂ എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. പങ്കാളിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ അനാദരിക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കുട്ടികളെ അവഗണിക്കുകയോ എന്നല്ല അർത്ഥമാക്കുന്നത്. മറിച്ച് നിങ്ങളുടെ ബന്ധം ശക്തമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബന്ധങ്ങൾക്കെല്ലാം ഒരു മനോഹാരിത വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുക. നിങ്ങൾക്ക് സ്വകാര്യമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു പൊതുസ്ഥലത്ത്, പ്രത്യേകിച്ചും പുറത്തു നിന്നുള്ള വിമർശനങ്ങളോ ഇടപെടലുകളോ ഉണ്ടാകുമ്പോൾ അത് മാതാപിതാക്കളാണെങ്കിലും ശരി സഹോദരങ്ങളാണെങ്കിലും ശരി നിങ്ങൾ പരസ്പരം പിന്തുണയ്ക്കണം. നമ്മൾ എന്ന ടീമാണ് എന്നെപ്പോഴും ഓർത്തിരിക്കണം. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുമിച്ച് ഏറ്റെടുക്കുക. അത് ആ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ചിന്തിച്ച് ഒരുമിച്ചൊരു തീരുമാനമെടുത്താൽ അതിനുവേണ്ടി നിലകൊള്ളാനും നിങ്ങൾക്കതിനെ വിജയിപ്പിക്കാനും കഴിയും. മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാം, പക്ഷേ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടേതായിരിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയും വേണം. മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ പങ്കാളിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ, അവർ ആരായിരുന്നാലും, നിങ്ങളുടെ പങ്കാളിയെ അനാദരിക്കാനോ താഴ്ത്തിക്കെട്ടാനോ അനുവദിക്കരുത്. നിങ്ങൾ പരസ്പരം ഒരു സുരക്ഷിതമായ താവളം ഒരുക്കണം. എന്താണ് എന്ന് ചോദിക്കാനുള്ള ധൈര്യമുണ്ടാവണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ ഒരുമിച്ച് പോകുന്നൊരു യൂണിറ്റായിട്ട് നമ്മൾ മാറുന്നത്. എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം എന്ന് നിങ്ങൾ ആദ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും
നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് വന്ന് വിള്ളലുണ്ടാക്കാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ പരസ്പര സമയം കണ്ടെത്തുക. ജീവിതത്തിൻ്റെ എല്ലാ തിരക്കിനിടയിലും പരസ്പരം സ്നേഹിക്കാനും ആശയവിനിമയം നടത്താനും ഒരുമിച്ചിരിക്കാനും ബോധപൂർവം സമയം കണ്ടെത്തുക എന്നുള്ളത് ബന്ധത്തെ ശക്തിപ്പെടുത്താനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിവാഹത്തിന് ശേഷം ജീവിതത്തിലെ ഈ ആരോഗ്യകരമായിട്ടുള്ള ഒരു മുൻഗണനാക്രമം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ പങ്കാളി വരണം. എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂട്ടാളിയാകണം പങ്കാളി. രണ്ടാമതായിട്ട് നിങ്ങളുടെ കുട്ടികൾ വരണം. നിങ്ങളുടെ വിവാഹ ബന്ധത്തിൻ്റെ കരുത്തിൽ വളരേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കുട്ടികൾ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ രണ്ടാമതായിട്ട് വരണം. മൂന്നാമതായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ വരണം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പാരൻസിനെ ഇവിടെ പരിഗണിക്കണം. ഭാര്യ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ പാരൻസുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നില്ല. അപ്പം ഒരു ഭാര്യയും ഭർത്താവും യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും പാരൻസിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻലോ റിലേഷൻഷിപ്പ്, ഒരു അമ്മായിപ്പൻ അമ്മായിയമ്മ ബന്ധം നിലനിർത്താനും അവർക്ക് സാധിക്കും. ഈ പാരൻസിനെ ആദരിക്കുന്നത് അവരുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തിൽ നിന്ന് വരുമ്പോഴാണ് അത് നല്ല ബലമുള്ളതായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ബന്ധം ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരികയും ഒരുമിച്ച് നിന്ന് രണ്ട് പാരൻസിനും എപ്രകാരം ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് അവരെ ബഹുമാനിക്കാനായിട്ട് കഴിയും, അവർക്ക് വേണ്ട പൊസിഷൻ കൊടുക്കാനും അവരെ വേദനിപ്പിക്കാതെ അവരെ ഒരുമിച്ച് കൊണ്ടുപോകാനും സാധിക്കും. ഇത് സാധിക്കുന്നത് നിങ്ങളൊരു ടീമായി കഴിയുമ്പോഴാണ്. ഇനി നാലാമതായിട്ട് വരുന്നത് ബാക്കിയുള്ള എല്ലാവരും, നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളെല്ലാം ആദ്യത്തെ 3 കഴിഞ്ഞിട്ടുള്ള ബന്ധങ്ങളാണ്. അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുക. അവരും അവരുടെ കുടുംബത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് വരും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് ആളുകൾ എന്തു പറയും, അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്തു പറയും, അവർ വിഷമത്തിലാവില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ടായിരിക്കാം നമ്മുടെ ഈ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ മറന്ന് നമ്മുടേതായ ഒരു ലോകത്തേക്ക് നമ്മൾ മാറുന്നത്. പക്ഷേ ഒരിക്കലും മാറാതെ ഒരുമിച്ച് നിൽക്കുന്ന സ്നേഹത്തിൽ, നിഷ്കളങ്കമായ സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ ആഴപ്പെടുമ്പോൾ ബാക്കിയുള്ളവരും നിങ്ങളോടൊപ്പം ആ സ്നേഹത്തിലേക്ക് വരികയും നിങ്ങളുടെ ബന്ധം സന്തോഷകരമായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ പങ്കാളി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹകനും അല്ലെങ്കിൽ പ്രോത്സാഹകയും ഏറ്റവും സുരക്ഷിതമായ ആശ്രയവും ഏറ്റവും വിശ്വസ്തയായ കൂട്ടുകാരും ഒക്കെ ആയി മാറുമ്പോൾ അതിനെ ഒന്നാമതായി പരിഗണിക്കുന്നത് സ്വാർത്ഥതയല്ല, അതൊരു ശക്തമായ സ്നേഹമുള്ള കുടുംബ ബന്ധത്തിൻ്റെയും ഒരു സംതൃപ്തമായ ജീവിതത്തിൻ്റെയും അടിത്തറയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇത് ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.